അമ്മേ അയ്യോ ഇത്തിരി പണിയാണ് മോളിൽ. എടാ താഴോട്ടിറങ്ങാൻ ഇത്തിരി പണിയാണെന്ന് മോളിൽ. എടാ താഴോട്ടിറങ്ങാൻ പറഞ്ഞാൽ മേളിലോട്ട് കയറി വരും ഞാൻ. ഇറങ്ങണ ഇറങ്ങണ. എടാ ഇങ്ങോട്ട് ഇറങ്ങി വാടാ നീ. ഇറങ്ങി വാ. എടാ ഇങ്ങോട്ട് ഇറങ്ങാനാ പറഞ്ഞു. ഇറങ്ങടാ. ഇറങ്ങി. എടാ ഇറങ്ങാൻ. എന്താ കാര്യം കാര്യം എന്താ അവനോട് ചോദിക്കാം. എന്തായാലും എന്റെ പൊന്നിക്ക ഞാൻ തെങ്ങ് കയറുന്നത് ചെത്തുകയായിരുന്നു. അറിയാണ്ട് താഴോട്ടൊന്ന് നോക്കിപ്പോയി. അപ്പൊ കുളിക്കണത് കണ്ട് അതിനാണെങ്കിൽ ഇപ്പൊ അവരെ കൊല്ലാനും വേണ്ടി ഇറങ്ങണേ. അവിടെ ഈ കുളിക്കുന്ന പോലെ കണ്ടുപോയി. അതിനെന്താ കുഴപ്പം? ഇവരാണല്ലേ. എന്റെ കുളിയല്ല, അവള് കുളിക്കുന്നത് നോക്കുമായിരുന്നവൻ. അവളോ? എവള്? എന്റെ വീട്ടിലെ പെണ്ണ്. നിന്റെ വീട്ടിലെ പെണ്ണോ? അതെ, സിന്ധു. അവൾ എന്റെ പെണ്ണ. അവള് നിന്റെ പെണ്ണെന്നുള്ളതിന് എന്താ തെളിവ്? ഇത്രയും കാലമായിട്ട് ഓളെ കഴുത്തിലൊരു മിന്ന് കേട്ടാൽ എനിക്ക് തോന്നിയോ? പിന്നെ എന്തർത്ഥത്തിലാണ് ഓൾ എന്റെ പെണ്ണാണ്? അല്ല അത് പിന്നെ അതെ 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 കുറെ നേരം നോക്കി കഴുത്ത താലി കാണാഞ്ഞത് കൊണ്ടാണ് ഞാൻ പിന്നെ നോക്കിയത്. നേരോ? മോനെ മോനെ അച്ചുട്ടിയെ, ഈ ആദ്യം നാട്ടു നടപ്പനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. എന്നിട്ട് പറയും ഓൾ എന്റെ പെണ്ണാണെന്ന്. അല്ലാത്തടത്തോളം കാലം തെങ്ങിന്റെ മുകളിൽ കല്ലെത്തർ എത്തി നോക്കുകയും ചെയ്യും, ഒരു വാതിലൊന്ന് മുട്ടുകയും ചെയ്യും. അതിന്റെ ഒക്കെ പുറകെ അടുക്കാനേ എനിക്ക് നേരം കാണുള്ളൂ. അതിനൊന്ന് എന്നെ കൊണ്ട് കഴിയുമെങ്കിലേ അങ്ങോട്ട് ഇറക്കി വിട്ടാളോളെ. ഇവിടെ നീ എന്റെ പെണ്ണാണ്. ഇനി എല്ലാവരും നിന്നെ അങ്ങനെ കാണാവൂ. അച്ചോട്ടിയുടെ പെണ്ണ്. കരയുന്നു. ചേച്ചി ദൈവം നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും തരട്ടെ. അച്ചൂട്ടി, ഇവൾ നിനക്ക് കിട്ടിയ മഹാഭാഗ്യ. ഇവളുടെ കണ്ണ് നിറയാൻ ഒരിക്കലും നീ ഇടവരുത്തരുത്. എന്തിനാ? എനിക്ക് ഈ നേരത്ത് ഇതൊന്നും കുടിച്ച് ശീലമില്ല. അതറിയാം, പക്ഷേ ഈ രാത്രിക്ക് ഇങ്ങനൊരു ചടങ്ങുണ്ട്. ചടങ്ങോ? ഇത് കുടിച്ചേ പറ്റൂ.
ആ മതി മതി മതി. അതിനെ ബാക്കി കുടിക്കുന്ന വേറെ പാലില്ല ഇവിടെ. അതങ്ങനെയാ. ആ ഉം. ഉം. ഈ മുഖത്തിന് ഇതാ ചേരുന്നത്. ആണല്ലേ? ഉം. അച്ചൂട്ടി ആരായി പേരിട്ടത്? ആ അറിയില്ല, ഓർമ്മ വെച്ച നാണുപോലെ എല്ലാരും എന്നെ അങ്ങനെ വിളിക്കുന്നത്. അച്ചൂട്ടി. ഞാൻ അങ്ങനെ വിളിക്കില്ല. ഞാൻ അച്ചുവേട്ടാന്ന് വിളിക്കട്ടെ? അച്ചുവേട്ടൻ, അച്ചുവേട്ടൻ. ഒന്ന് വിളിച്ചേ. അച്ചുവേട്ടാ. അച്ചുവേട്ടൻ. ഒന്നുകൂടി വിളിച്ചേ. അച്ചുവേട്ടാ. അച്ചുവേട്ടാ. അങ്ങോട്ട് ആഞ്ഞു തള്ളടോ. സൂക്ഷിച്ച് സൂക്ഷിച്ച്. നോക്കി നിൽക്കാതെ സാധനങ്ങളൊക്കെ ഇറക്ക്. അടുത്ത ലോഡ് എടുത്തു വാ. പെങ്ങളെ, ഇതാണ് നമ്മുടെ വീട്ടുടമസ്ഥൻ, സാക്ഷാൽ അവറാച്ചൻ മുതലാളി. വീട്ടുടമസ്ഥൻ വേറേ ഉള്ളൂ. വാടകാന്നും പറഞ്ഞ് ഇവിടുന്ന് ഒറ്റ പൈസ കിട്ടാറില്ല. പഞ്ഞന്തൂറിൽ നിർത്തിക്കൂടണ്ട മുതലാളി. കുളിമുറി എവിടെയാ കെട്ടണ്ടേ? കുളിമുറിയോ? ആ, അച്ചൂട്ടി ഇന്ന് രാവിലെ വന്ന് പറഞ്ഞേച്ച് പോയതാ, വൈകുന്നേരം ആകുമ്പോഴേക്കും ഇവിടെ കുളിമുറി ഉണ്ടായിരിക്കണം. എവിടെയാ സ്ഥലം എന്ന് വെച്ചാൽ വേഗം അങ്ങോട്ട് കാണിച്ചു കൊടുക്കും പെങ്ങളെ. കെട്ടി തുടങ്ങിക്കോട്ടെ. ബുദ്ധിമുട്ടില്ലെങ്കിൽ വീടിന്റെ പുറകിൽ കെട്ടിയാ മതി. ഓ പിന്നൊരു കാര്യം, എന്റെ കഷ്ടകാലത്തിന് മോക്കൊരു പൂതി കേറിയിട്ട് ഇവിടെ ഒരു ബെഡ്റൂം കെട്ടണമെന്നോ സ്വിമ്മിംഗ് പൂള് പണിയണമെന്നൊന്നും പറഞ്ഞേക്കല്ലേ, ഞാൻ കുത്തുപാള എടുക്കേണ്ടി വരും. അങ്ങനെ ഒരു യോഗം ജാതകത്തിൽ ഉണ്ടെങ്കിൽ അത് നടന്നിരിക്കും മുതലാളി. ഓ നിന്റെ കരുനാക്കൊന്നും പറയാതെ അട്ടപ്പാടി.